അഹമ്മദിന്റെ മൃതദേഹം ജന്മനാടായ കണ്ണൂരിൽ ഇന്ന് ഖബറടക്കും. ഇന്നലെ കരിപ്പൂർ ഹജ്ജ് ഹൌസിലും കോഴിക്കോട് ലീഗ് ഹൌസിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് കണ്ണൂരിലേക്ക് കൊണ്ടുപോയത്. വിവരങ്ങളുമായി ജോഷില ചേരുകയാണ് കണ്ണൂരിൽ നിന്നും. ജോഷില, എപ്പോഴായിരിക്കും ഖബറടക്കം? ഇന്ന് പൊതുദർശനമുണ്ടോ? മറ്റു വിവരങ്ങൾ? അഞ്ജു, ഇന്നലെ ഏറെ വൈകിയാണ് അഹമ്മദിന്റെ മൃതദേഹം സ്വന്തം വീട്ടിലെത്തിച്ചത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി ഖബറടക്കം നടക്കും എന്നാണ് അറിയാൻ കഴിയുള്ളത്. ഇന്ന് ഏകദേശം അഹമ്മദിന്റെ വീട്ടിലാണ് ഞാനുള്ളത്. അദ്ദേഹത്തിന്റെ ജന്മനാടായ കണ്ണൂരിൽ ഇപ്പോഴും ആത്മബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു അഹമ്മദ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി, ഒരു നോക്ക് കാണാനായി, ഏറ്റവും അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. വീട് നിറയെ ആളുകളാണ്. പുറത്തുനിന്നും വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് 8:30 ഇവിടെ വീട്ടിൽ നിന്നും പൊതുദർശനം അവസാനിക്കും. അതിനുശേഷം കണ്ണൂർ നഗരസഭയ്ക്ക് മുന്നിലായിരിക്കും പൊതുദർശനം. അതിനുശേഷമാണ് കണ്ണൂർ ദീനുൽ ഇസ്ലാം സഭയ്ക്ക് സ്കൂളിന് മുന്നിൽ പൊതുദർശനത്തിനായി വെക്കുക. അതിനുശേഷം 11:30 മണിയോടുകൂടി ഖബറടക്കം നടത്തണം എന്നാണ് ഔദ്യോഗിക തീരുമാനം. സിറ്റി ജമാ മസ്ജിദിലായിരിക്കും ഖബറടക്കം നടക്കുക. അതേസമയം തന്നെ ഇന്ന് ഇവിടെ കാണുന്ന ജനസഞ്ചയം അത് ഏറെ തിരക്കുകളുള്ള ഒരു പൊതുദർശനമായി മാറുകയാണെങ്കിൽ ഏകദേശം 8:30 എടുക്കാൻ കഴിയില്ലെങ്കിൽ, അഥവാ 11 മണി വരെ കോർപ്പറേഷൻ ഹാളിന് മുന്നിൽ വെക്കാൻ കഴിയില്ലെങ്കിൽ, അത് വീണ്ടും നീണ്ടുപോവുകയാണെങ്കിൽ ഏകദേശം 1 മണിയോടുകൂടി ഖബറടക്കം നടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ പ്രമുഖർ ഇന്ന് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ജോഷില? അഞ്ജു, കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തും. മാത്രമല്ല, മുസ്ലിം ലീഗിലെയും CPIM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിലെയും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ UDF നേതാക്കളടക്കം ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ നേതാക്കളുമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും നല്ല ബന്ധം, ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു അഹമ്മദ്. മാത്രമല്ല, കണ്ണൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗപ്രവേശം നടത്തിയ സ്ഥലം. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ബന്ധം, ഇത്രയും ഉയർച്ചയിലെത്തുമ്പോഴും കണ്ണൂരിലെ ബന്ധങ്ങളെല്ലാം കാത്തുസൂക്ഷിച്ച ഒരു നേതാവായിരുന്നു അഹമ്മദ്. അറക്കൽ തറവാടുമായും പ്രത്യേകിച്ച് സിറ്റിയുമായും അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മബന്ധം വളരെ അധികമായിരുന്നു. സിറ്റിയിലെ ജനങ്ങളെല്ലാം തന്നെ ഇപ്പോഴും അദ്ദേഹത്തെ വളരെ അടുത്ത് കാണുന്ന, വളരെയധികം വ്യക്തിബന്ധം പുലർത്തുന്ന ആളുകളാണ് സിറ്റിയിലുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ സിറ്റിയിലുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേരും. ആ ഒരു തിരക്ക് തന്നെയാണ് ഇപ്പോഴും നമുക്ക് വീടുകൾ കാണാൻ കഴിയുന്നത്. ശരി, ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്.